ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് വന്നു, മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാഗുകൊണ്ട് ഏറ്റുപറയുകയും രക്ഷിക്കപ്പെടും. അങ്ങനെ ആര് പറയുന്നു അവർ രക്ഷിക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണോ? രക്ഷിക്കപ്പെട്ടു. അവിടെ ആലയത്തിൽ വെച്ച് നിങ്ങൾ ഏറ്റവും പറഞ്ഞു, യേശുവിനെ സ്വീകരിച്ചു, നിങ്ങൾ സമ്മതിച്ചു, നിങ്ങൾ എഗ്രി ചെയ്തില്ല. യേശു ഭൂമിയിൽ വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം സമ്മതിക്കുന്നു. എന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് കർത്താവ് യേശു കാൽവരി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ടത്. നിങ്ങൾ സമ്മതിച്ചു. അത് സമ്മതിച്ച് ഹൃദയിച്ച് സൂക്ഷിച്ചില്ല. വാഗുകൊണ്ട് എന്ത് ചെയ്തു? ഏറ്റു പറഞ്ഞു. ദൈവം കേട്ടു, ദൈവത്തിന്റെ ദൂതന്മാരെ കേട്ട്, ഞങ്ങൾ കേട്ട്, വിചാരം കേട്ടു. 4 കൂട്ടരും അതിനെ കുറിച്ച് കേട്ടു. അപ്പൊ അതാണ് രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ രക്ഷിക്കപ്പെടൽ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്നുള്ളത് എന്താണ്? സ്നാനം. മനസ്സിലായില്ലേ? രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്നാനം. അപ്പോ സ്നാനം എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് സ്നാനം എന്നൊന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റത്തില്ല. സ്നാനം എന്നുള്ള വലിയ കൽപ്പനയാണ്. പക്ഷെ അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കണം. മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് സ്നാനം എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ ഇന്നിവിടെ ചെയ്യുവാൻ പോകുന്നത് സ്നാനത്തിനുള്ള ക്ലാസ് ആണ് നമ്മൾ എടുക്കുന്നത്. 2 പേര് കൃപയാൽ വരുന്ന ദിവസങ്ങളിൽ സ്നാനത്തിൽ ഒരുങ്ങുന്നു. അവർക്കുള്ള ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത്. അതൊരു പാട്ട് പാടി കഥാവിനൊക്കെ ഭാഗത്ത് രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിലെഴുന്നള്ളാനായി രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി നിത്യം രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി നിന്ന കഷ്ടത പരിഹാസങ്ങൾ ഋഷികളെല്ലാം രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി രാജാതിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാനായി വന്നോമുഖത്തെ വാസം ചെയ്യുവാൻ
നമ്മുടെ കാര്യങ്ങളിൽ കഥാവിന് മോശം കൊടുക്കാം. കർത്താവായ യേശുവിന്റെ പുനർനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രക്ഷിക്കപ്പെട്ടവർ അടുത്ത അവർ ചെയ്യേണ്ടത് സ്നാനപ്പെടണം. സ്നാനപ്പെടണം എന്ന് പറഞ്ഞാൽ സ്നാനം എന്ന് കേട്ടിട്ട് കാര്യമില്ല. എന്താണ് സ്നാനം? എന്തിനാണ് സ്നാനപ്പെടുന്നത്? സ്നാനപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ശരിക്കും സ്നാനപ്പെടുന്ന വ്യക്തി എന്ത് ചെയ്യണം? മനസ്സിലാക്കി അറിയാതെ നമ്മൾ ചെയ്യരുത്. ശരിക്കും അറിഞ്ഞ് ആ ഭയത്തോട് ചെയ്യുന്ന വ്യക്തി നിലനിൽക്കും. ഭയമില്ലാതെ ആരെങ്കിലും പ്രസാദിക്കാൻ വേണ്ടി, പാസ്റ്റർ പ്രസാദിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ എന്നെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ആളെ പ്രസാദിക്കാൻ വേണ്ടി ഒന്നുമല്ല സ്നാനപ്പെടേണ്ട. ഒരു ദൈവഭയം വരണം. അയ്യോ, ഇതിന്റെ യാഥാർത്ഥ്യം ഇങ്ങനെയാണോ? എനിക്കിത് അറിയില്ല എന്നല്ലോ, ഇതാണല്ലോ സത്യം, ബൈബിളിൽ അങ്ങനെ എഴുതിയിരിക്കുന്നല്ലോ എന്ന് മനസ്സിലാക്കി ഹൃദയത്തിനകത്ത് നമുക്ക് എന്തും വേണം? ഒരു ഭയം വരണം. ഒരു മാനസാന്തരത്തിലൊരു ഭയം വരണം. അങ്ങനെ ഏറ്റെടുക്കുന്ന വ്യക്തികൾ നിൽക്കും. ദൈവം നിർത്തുമാണ്. പറഞ്ഞാട്ടെ. അപ്പോൾ സ്നാനം എന്നാൽ എന്ത്? ഒന്നാമത്തെ ചോദ്യം, സ്നാനം എന്നാൽ എന്ത്? മത്തായിയുടെ സുവിശേഷം വായിച്ചോ, എടുക്കാൻ പറ്റും. ലൂക്കോസിന്റെ 5 ഇല്ലേ? ഇവർ പെട്ടെന്ന് എടുക്കൊന്നുമില്ല. ലൂക്കോസ് 7-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം വായിച്ചു. ലൂക്കോസ് സുവിശേഷം. എങ്കിലും നിർത്തി പാസ്റ്റർക്ക് ഇപ്പൊ നിർത്തി വായിച്ചാണ്. ഇത് ട്രെയിനിങ് ആയിരിക്കട്ടെ. എങ്കിലും പരീശന്മാരും ന്യായശാസ്ത്രിമാരും അവനാൽ സ്നാനം എടുപ്പാൻ ദൈവത്തിന്റെ ആലോചന. പരീശന്മാരും ന്യായശാസ്ത്രിമാരും
അവനാൽ സ്നാനമേൽക്കുവാൻ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃഥാവാക്കി കളഞ്ഞു. ആമേൻ. വൃഥാവാക്കി കളഞ്ഞു. ആമേൻ. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിൽ പരീശന്മാർ, യേശുവിനെ വിശ്വസിക്കാത്ത ഒരു കൂട്ടർ, പിന്നെ ന്യായശാസ്ത്രിമാർ, ഇവരാരും ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള ആലോചനയെ അംഗീകരിക്കുന്നതല്ല ആ കാലഘട്ടത്തിൽ ഉണ്ടായി. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആലോചനയെ എന്ത് ചെയ്ത് വൃഥാവാക്കി കളഞ്ഞു. അപ്പൊ സ്നാനം ദൈവത്തിന്റെ ആലോചന. അമ്മേ, അതാ കറക്റ്റ്. സ്നാനം എന്ന് പറയുന്നത് ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് ദൈവത്തിന്റെ പ്ലാനാണ്. ഇത് അലക്സ് പ്ലാൻ ഒന്നുമില്ല. ആമേ, ഇത് ഇവിടെ വേറെ ആരുടെയും പ്ലാൻ ഒന്നുമില്ല. ഇത് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്ലാനാണ് ഈ സ്നാനം എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത് സ്നാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചന. ഇനി വായിച്ചോട്ടെ, മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18, 19 വാക്യം വായിച്ചോട്ടെ. മാത്യു 28-ന്റെ 18, 19, 20. അങ്ങളെ ബലപ്പെടുത്തട്ടെ. ആമേൻ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പിക്കും. മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത് സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന. രണ്ടാമത് ആലോചനയായ ആ ദൗത്യം എന്ന് പറയുന്നത് കർത്താവ് സ്നാനപ്പെടുവാൻ പറയുന്നുവെങ്കിലും ആരുടെ നാമത്തിലാണ്? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാണ് നമ്മൾ സ്നാനപ്പെടേണ്ടത്. ഇതല്ലാതെ ഏതെങ്കിലും സ്നാനം നടക്കുന്നുവെങ്കിൽ തിരുവചനം അതിനെ അനുശാസിക്കുന്നില്ല, അംഗീകരിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പോ സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന. ആ സ്നാനം നടക്കേണ്ടത് ആരുടെ നാമത്തിൽ? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിലാണ് ഈ സ്നാനം നടക്കേണ്ടത്. ഇനി മർക്കൂസ് എഴുതട്ടെ, 16-ാം അധ്യായത്തിന്റെ മത്തായി കഴിഞ്ഞ അടുത്ത മത്തായി കഴിഞ്ഞ അടുത്ത പുസ്തകം മാർക്കൂസ് 16-ാം അധ്യായത്തിന്റെ 15, 16. 15, 16 വായിച്ചോ. 16-ാം അധ്യായത്തിന്റെ പിന്നെ യേശു അവരോട് നിങ്ങൾ ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടികളെയും അവരുടെ സുവിശേഷം അറിയിക്കണം, പ്രസംഗിച്ച് ആരെങ്കിലും സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നെങ്കിൽ അവരെ സ്നാനം ഏൽക്കുകയും ചെയ്യുവിൻ. മതി. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോണം. എന്തുമായി പോണം? സുവിശേഷവുമായി പോണം. സുവിശേഷം എന്ത് ചെയ്യണം? അറിയിക്കണം. ആ സുവിശേഷം അറിയിക്കുമ്പോ ആരെങ്കിലും അത് അംഗീകരിക്കുന്നുവെങ്കിൽ, ഈ അംഗീകരിക്കുന്ന എന്ന് പറയുന്നത് എന്റെ അർത്ഥം എന്താണ്? എനിക്ക് ആ സുവിശേഷം വേണം, ഞാൻ അത് ജീവിക്കാൻ തയ്യാറാണ്. അങ്ങനെ ആരെങ്കിലും അംഗീകരിക്കുന്നുവെങ്കിൽ അവരെ എന്ത് ചെയ്യണം? അതിന്റെ സ്നാനപ്പെടുത്തണം. അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായല്ലോ? അപ്പൊ ഒന്നാമത് സ്നാനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചന. രണ്ടാമത് ആ ആലോചനയായി ഇവന് സ്നാനം നടക്കേണ്ടത് നാമം തന്നിട്ടുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിനാണ്. എന്നിട്ട് കർത്താവ് പറയുന്നത് ഇത് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. ഭൂലോകത്തിലൊക്കെ നിങ്ങൾ എവിടെയെല്ലാം മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യരുണ്ടോ അവരുടെ അടുക്കലേക്ക് ഒരു സുവിശേഷം ശിഷ്യന്മാരെ ഏൽപ്പിച്ച് നിങ്ങൾ സുവിശേഷമായി പോവുക. സുവിശേഷം അവരെ അറിയിക്കണം. അറിയിക്കുമ്പോൾ അവർ ആരെങ്കിലും സുവിശേഷം 2 കരം നീട്ടി സ്വീകരിച്ച് ഹൃദയത്തോടെ അഗ്രി ചെയ്യുന്നുവെങ്കിൽ, അംഗീകരിക്കുന്നുവെങ്കിൽ അവരെ സ്നാനപ്പെടുത്തണം. മനസ്സിലായല്ലോ? ഇനി വാട്ട് ഇസ് മീൻ സുവിശേഷം?
നല്ല വാർത്ത. സുവിശേഷം എന്താണ് സുവിശേഷം? ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ആകുന്ന സുവിശേഷം. മനസ്സിലായല്ലോ? സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ പുത്രനായി ജനിക്കണം. ഷാബ കമണ യേശുവിന്റെ നാമത്തിൽ കുഞ്ഞ് സ്നാനത്തിന്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. സ്നാനത്തിന്റെ ക്ലാസ്സാണ് എടുക്കുന്നത്. അവിടെ അസ്വസ്ഥപ്പെടുത്തരുത്. യേശുവിന്റെ നാമത്തെ കൽപ്പിക്കുന്നത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന റൈറ്റ് നൗ. ഓക്കെ, നോർമൽ രക്തം ചെയ്യാം. കമൗട്ട്. അപ്പോൾ മനസ്സിലാക്കണം, ഫസ്റ്റ് എന്താ നമ്മുടെ ദൈവത്തിന്റെ ആലോചന. രണ്ടാമത് ആ ആലോചന ഒരു സ്ഥാനത്തെ കുറിച്ചാണ് ആലോചന തന്നത്. സ്നാനം നടക്കണമെങ്കിൽ നാമമുണ്ട്. വല്ല അന്യായ നാമത്തിലല്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിലാണ് നാം സ്നാനപ്പെടേണ്ടത്. മനസ്സിലല്ലേ? ഇനി ഇപ്പൊ നമ്മൾ വായിച്ചെന്താണ്? നാമത്തിൽ നമ്മൾ സ്നാനപ്പെടണമാമേ. ഇനി സ്നാനപ്പെടുന്ന അദ്ദേഹം പറഞ്ഞത്, ഈ സ്നാനപ്പെടണമെങ്കിലും പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധ നിങ്ങൾ സ്നാനപ്പെടണമെങ്കിൽ ദൈവത്തിന്റെ ആലോചനയാണെങ്കിൽ എന്തെങ്കിലും കേൾക്കണ്ടേ? സുവിശേഷം കേൾക്കണം. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? ദാവീദിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായി ജനിച്ചു. ആരാണ് ദാവീദിന്റെ പുത്രൻ ജനിച്ചത്? യേശു. ഇനിയിപ്പോ നിങ്ങൾ അങ്ങോട്ട് പോയി നമുക്ക് നിൽക്കത്തില്ല. അത് പിന്നെ നിങ്ങൾ ആ ചരിത്രം നിങ്ങൾ പഠിച്ചോളാം. ഇപ്പൊ നമ്മൾ ഇത്ര ഷോർട്ട് ചെയ്യുന്നത്, ദാവീദിന്റെ പുത്രനായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തു യേശു ആകുന്ന സുവിശേഷം. ഈ സന്ദേശവുമായി എന്ത് ചെയ്യണം? ഭൂമിയുടെ എല്ലാ അറ്റങ്ങളിലും പോകണം. അങ്ങനെ ഈ സന്ദേശവുമായി ഈ സഹോദരി എവിടെ വന്ന്? നിങ്ങളുടെ അടുക്കലേക്ക് വന്നു. ഈ സന്ദേശവുമായി ഈ സഹോദരി നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ നിങ്ങൾ അത് അഗ്രി ചെയ്ത് ഏറ്റെടുത്തു. നിങ്ങൾ യേശുവിനെ ആ സന്ദേശം നിങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ നിങ്ങൾ എന്ത് രക്ഷിക്കപ്പെട്ടു. മനസ്സിലായല്ലോ? അതുകൊണ്ട് നിങ്ങളൊരു സന്ദേശം കേട്ട്. ഏത് സന്ദേശം? യേശുവിന്റെ സന്ദേശം. എന്ത് സന്ദേശം? ഒരിക്കൽ യേശു ഇവിടെ വന്നു, ദാവീദിന്റെ പുത്രനായി ജനിച്ചു, അവൻ മരിച്ചു, അടക്കപ്പെട്ടു, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവാൻ സുവിശേഷം നിങ്ങൾ കേട്ടാമേ. മനസ്സിലായല്ലോ? അപ്പൊ യേശു ഇവിടെ വന്നു. എന്തിനു വേണ്ടി മരിച്ചു? ഭാവികൾക്ക് വേണ്ടിയാണ്. ഈ സുവിശേഷം കുറച്ചുകൂടി ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ യേശു വന്നത് പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് യേശു ഒന്നാമത് ഇവിടെ വന്നത്. ആദ്യത്തെ യേശുവിന്റെ വരവ് നടന്നത് എപ്പോഴാണ്? ജനനത്തോടെ. മറിയത്തോടെ ജനിച്ചത് ഒന്നാമത്തെ കർത്താവ് വരവാണ്. ആ വരവെന്ന് പറയുന്നത് പാപത്തിൽ കിടക്കുന്ന മനുഷ്യനെ വിടുവിക്കാൻ വേണ്ടിയാണ് യേശു എന്ത് ലോകത്ത് വന്നത്. അപ്പൊ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി ആര് വന്നു? യേശു വന്ന് ചുമ്മാ ഇരുന്നോ? ഇല്ല. അവസാനം 33.5 വയസ്സുള്ളവനായ യേശു ജീവിച്ചിട്ട് അവസാനത്തെ ചില മണിക്കൂറുകൾ ശേഷിക്കുമ്പോ എല്ലാ മനുഷ്യന്റെ പാപങ്ങളെ, ശാപങ്ങളെ, ദുരിതങ്ങളെ, രോഗങ്ങളെ കർത്താവ് തന്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി. അതിന്റെ ആരംഭം കുറിക്കുന്നത് ഗത്സമനത്തോട്ടത്തിൽ നെടുമ്പാറ് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്ന മുതൽ മനസ്സ് തകരുന്നു, ശരീരം ബലഹീനമാകുന്നു, ആത്മാവ് ഞരങ്ങുന്നു. എല്ലാ തലത്തിലും എന്റെ കർത്താവ് വല്ലാത്ത ബലഹീനമായി വശത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. മനസ്സിലായോ? ആർക്ക് വേണ്ടി ഇതെല്ലാം ഏറ്റെടുത്തത്? നമ്മക്ക് വേണ്ടി. എന്റെ മോളെ, നിന്റെ പാപത്തിനു വേണ്ടി, അശ്വരി നിങ്ങളുടെ പാപത്തിനു വേണ്ടി. നമ്മുടെയൊക്കെ പാപമാണ് കർത്താവ് ഏറ്റെടുത്ത സമയം മുതൽ യേശു അല്ലാതെ വേദനയുടെ കടന്നു നമ്മെ. യേശുവിന്റെ നാമത്തിൽ സമയം ഇവിടെ നടക്കുന്നത് ദൈവരാജ്യത്തിലെ സുവിശേഷമാണ്. ഭൂലോകത്തൊക്കെ നിങ്ങളുടെ സകല സൃഷ്ടിക്കുന്ന സുവിശേഷം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തും. ആ വചനം വെച്ചതിനകത്ത് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ പിശാചുക്കളും യേശുവിനെ നമുക്ക് കെട്ടുന്നു. ചലിക്കരുത്.
എലീശയ്ക്ക് വേണ്ടി ഇറങ്ങിയ ഗോപുര സൈന്യം ഇവിടെ ഇറങ്ങിക്കട്ടെ. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് യേശുവിന്റെ നാമം. യേശുവിന്റെ രക്തത്താൽ ജയം കൊടുക്കും. ആമേൻ. അങ്ങോട്ട് ക്യാമറ എടുക്കണ്ടി. അപ്പോ അവിടെ മനസ്സിലായോ മക്കളെ? ആ എന്താ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്? അപ്പോ യേശു വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്താണ്? അത് എന്തിനാണ്? പാപികളെ രക്ഷിക്കുവാൻ. അപ്പൊ നാം എല്ലാവരും ആരായിരുന്നു? പാപികളായിരുന്നു. അപ്പൊ നമ്മുടെ പാപം മോചിക്കണമെങ്കിൽ ഒരു പള്ളിയിൽ അച്ഛനോ ഒരു പാസ്റ്റർക്കോ കഴിയത്തില്ല, ഒരു പൂജാരിക്കും കഴിയത്തില്ല, ഒരു ലോകത്തുള്ള ഒരു മനുഷ്യനും കഴിയത്തില്ല, ക്രിയകൾ കൊണ്ട് കഴിയത്തില്ല, സ്നാനങ്ങൾ കൊണ്ട് കഴിയത്തില്ല, ലോകത്തിലെ സ്നാനം കൊണ്ട് കഴിയത്തില്ല. പാപം മോചിക്കാൻ അധികാരം പിതാവ് കൊടുത്തിട്ടുള്ളത് പുത്രനായ യേശുവിനാണ്. യേശുവിന് മാത്രമേ നമ്മുടെ പാപങ്ങളെ മോചി കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് യേശു ലോകത്ത് വന്ന് സകല മനുഷ്യന്റെ പാപം ഏറ്റെടുത്തത്. എപ്പോഴാണ് ഏറ്റെടുത്ത് തുടങ്ങിയത്? ഗത്സമനത്തോട്ടം മുതൽ ആ ഭാരം ഏറ്റെടുത്തു. എല്ലാം ഏറ്റെടുത്തപ്പോൾ കർത്താവ് തന്നെ ഒരു വല്ലാത്ത കലങ്ങി മറിയുന്ന അവസ്ഥയിലേക്ക് കർത്താവ് ചെന്നു. എങ്കിലും ദൈവത്തിന്റെ ദൂതന്മാർ കർത്താവിനെ ബലപ്പെടുത്തി ആ ദൗത്യം പൂർത്തീകരിച്ച മതിയാകും. ഇല്ലെങ്കിൽ നമുക്ക് രക്ഷ കിട്ടത്തില്ല. മനസ്സിലല്ലേ? അപ്പോ യേശു വന്നത്, ജനിച്ചത് ഇവിടെ വന്ന് അടിച്ചു പൊളിച്ചവരെ സന്തോഷമായിട്ട് ജീവിക്കാനല്ല, സകല മനുഷ്യന്റെയും പാപങ്ങളുടെ മോചനത്തിനാണ് നമ്മുടെ കർത്താവായ യേശു ഈ ലോകത്തേക്ക് വന്നത്. അപ്പൊ സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ പുത്രനായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ യേശു ആകുന്ന സുവിശേഷം. അപ്പൊ ഇത് ചോദിക്കുക, എന്താണ് യേശു? യേശു എന്തിനാ മരിച്ചത്? നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിച്ചത്. ഇനി മരിച്ച യേശു അവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഇല്ല. മൂന്നാം ദിവസം എന്ത് ചെയ്തത്? ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ പാപങ്ങൾക്ക് മോചനം തന്നെ നമ്മളെ ഉയർത്തെഴുന്നേറ്റു. ആമേൻ. മനസ്സിലായല്ലോ? ഉയർത്തെഴുന്നേറ്റ് കർത്താവ് 40 ദിവസം ഈ ഭൂമിയിലുണ്ടായിരുന്നു. പല പ്രാവശ്യവും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു, അവരുമായി സംഭാഷിച്ചു. അങ്ങനെ 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. 40-ാം ദിവസം കഴിഞ്ഞപ്പോൾ യേശു എല്ലാ ശിഷ്യന്മാരെ അങ്ങ് ബെഥന്യാവിൽ കൂട്ടിക്കൊണ്ടുപോയി. അവൻ ഉയർന്ന സ്ഥലത്ത് നിന്നിട്ട് യേശു തരവോ കാര്യം ഉയർത്തി അവൻ അനുഗ്രഹിച്ചിട്ട് കാര്യം പറഞ്ഞ്, ഞാൻ പോകുന്നത് പോലും ഞാൻ വേഗം മടങ്ങി വരും. കർത്താവ് എന്ന് പറഞ്ഞത്, ഞാൻ പോകുന്നവന് വേഗം മടങ്ങി. ഇന്നേക്ക് യേശു പറഞ്ഞിട്ട് എത്ര വർഷം? എന്താണ് സുവിശേഷം? ദാവീദിന്റെ പുത്രനായി മരിച്ചു, അടക്കപ്പെട്ടു, ക്രിസ്തുവാ സുവിശേഷം. അതിനെ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ, യേശു ലോകത്ത് വന്നത് സകല മനുഷ്യന്റെ പാപങ്ങളെ നമുക്ക് മോചനം തരാൻ വേണ്ടിയാണ്. അപ്പൊ യേശു ക്രിസ്തു അങ്ങനെ വന്ന് 33 വയസ്സോടെ ജീവിച്ച് സകല മനുഷ്യന്റെ പാപങ്ങളെ ഏറ്റെടുത്ത് യേശു കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടു, മരിച്ചു, അവൻ അടക്കപ്പെട്ടു, കല്ലറയിൽ അടക്കപ്പെട്ടു, 3-ാം ദിവസം ക്രിസ്തു യേശു ഉയർത്തെഴുന്നേറ്റാണ്. ഇതാണ് നമ്മുടെ സുവിശേഷം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി കർത്താവ് മരിച്ചു, അടക്കപ്പെട്ട് ക്രിസ്തുവാണ് സുവിശേഷം. ആരെങ്കിലും അംഗീകരിക്കുന്നുവെങ്കിൽ അവരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്. പിടിയിട്ടില്ല. ഇനി ഒന്ന് വായിച്ചേട്ടെ. 16 മാർക്കോസ് 16:15. പിന്നെ അവൻ അവരോട്, യേശു ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടിയോടും കേട്ടാ ഈ സുവിശേഷം പ്രസംഗിക്കുകയും ആരെങ്കിലും വിശ്വസിക്കുകയും. എന്ത് വിശ്വസിച്ചു മോള്? യേശു എന്ത് വിശ്വസിച്ചു? യേശു ഈ ലോകത്ത് വന്നു എന്റെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ് മരിച്ചു അടങ്ങുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയെ സ്നാനപ്പെടുത്താൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പള്ളിയിൽ കൈക്കുഞ്ഞായി കൊണ്ടുപോണ 40 ദിവസം പെറ്റ് പ്രസവിച്ച് കൊണ്ടുവരുന്ന കുഞ്ഞ് എന്ത് വിശ്വസിക്കാൻ? ഇവിടെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണം ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പള്ളിയിൽ കൊണ്ട് ഇവിടെടുത്ത് പറയുന്ന കുഞ്ഞ് യേശു എന്നൊക്കെ അറിയാമോ? കുഞ്ഞ് കരയും. കുഞ്ഞ് കരയിലെ അറിയാൻ പറ്റാത്ത സമയത്ത് ഇവിടെ സംസാരിക്കുമോ? അപ്പൊ ആ സ്നാനങ്ങളൊക്കെ തെറ്റ്. തിരുവചന പ്രകാരം അങ്ങനെ സ്നാനം തെറ്റാണ്. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്താൻ എഴുതിയിരിക്കുന്നത്. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? ക്രിസ്തു ലോകത്ത് വന്നത് എന്റെ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയാണ്.
ആമേ വന്ന് മരിച്ചു അടക്കം ഉയർത്തെഴുന്നേറ്റ് വിശ്വസിക്കണം. അങ്ങനെ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരുവനുണ്ടെങ്കിൽ അയാളുടെ പൂർണ്ണ സമ്മതത്തോടെ എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം എന്റെ പിതാവേ. അതാ കറക്റ്റ്. അല്ലാതെ ആരെയും നിർബന്ധിച്ച് സ്നാനപ്പെടുത്തരുത്. ഹൃദയത്തിനകത്ത് ആ വിശ്വാസം വരണം. യേശു എന്റെ പാവങ്ങളുടെ മോചനത്തിൽ ആ ഒരു അനുതാപം വരണം, ആ ഒരു മാനസാന്തരം വരണം. ഇപ്പൊ ഒരു ഇത് മനസ്സിലായി, ഒരു നിദ്ര മനസ്സിലാക്കിയത് പിന്നെ പുറപ്പെടുവട്ടെ. രണ്ടാമത് ഈ സ്നാനപ്പെടുന്ന ആ വാക്യം തീർന്നോ? ഏൽക്കുകയും വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പൊ സ്നാനപ്പെട്ട് യേശുവിൽ വിശ്വസിച്ച് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കുറിച്ചും കൂടെ പറയുന്നത് അവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. ഏത് ശിക്ഷയാണ്? നരകത്തിന്. അന്ത്യകാലത്ത് ഒരു ന്യായവിധി ഉണ്ട്. യേശുവിനെ സ്വീകരിക്കാത്തവരൊക്കെ എന്ത് തരുവോ ന്യായം വിധിച്ച് നരകത്തിലോട്ട് വലിച്ചെറിയുന്ന ആ ശിക്ഷാവിധിയെ കുറിച്ച് എഴുതിയിരിക്കുക. നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, അതോടെ വിളിക്കട്ടെ. ഇനി ഒരു വാക്യം വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2:38. അടുത്ത പുസ്തകം യോഹന്നാൻ കഴിഞ്ഞ പുസ്തകം. യോഹന്നാൻ കഴിഞ്ഞിട്ട് അപ്പോസ്തലപ്രവൃത്തി 2:38. നിങ്ങൾ മാനസാന്തര. അപ്പോ സ്നാനപ്പെടുവാൻ എന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ ഈ സ്നാനമേൽക്കുന്ന ആക്കുകയാണ്. സ്നാനപ്പെടാൻ നിങ്ങളിപ്പോ തീരുമാനിച്ചല്ലോ. നിങ്ങൾ യേശുവിനെ രക്ഷിക്കപ്പെട്ടു. അപ്പൊ നിങ്ങൾ മനസ്സിലായി യേശു രക്ഷിക്കപ്പെടുന്നത് മനസ്സിലായി. ആർക്കാണ് സ്നാനം? മനസ്സിലായല്ലേ? ആർക്കാണ്? യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് അല്ലെ? നിങ്ങൾ അതും മനസ്സിലാക്കി അല്ലെ? യേശുവിനെ വിശ്വസിച്ചു. ഇനി സ്നാനം പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധ നാമത്തിന് മനസ്സിലായി കഴിഞ്ഞു. ഇനി സ്നാനപ്പെടുന്നതിന് ഒരു കാര്യം കൂടെ ക്രമീകരിക്കണം. ആ വാക്യം വായിച്ചിട്ട് നിങ്ങൾ മാനസാന്തരപ്പെട്ടു. ഈ സ്നാനപ്പെടുവാൻ വന്നിരിക്കുന്ന അശ്വതിയും ഈ പ്രിയ എസ്തേറും നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മതി സ്നാനമേൽപ്പി. അപ്പോ ഇതിനകത്ത് ഇനിയൊരു കാര്യം നടക്കണം. സ്നാനക്കുളത്തിൽ ഇറങ്ങുന്നുണ്ട്. മാനസാന്തരപ്പെടണം. എന്താണ് മാനസാന്തരം? പാവങ്ങളെ ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിനോട്ട് വരുന്നത് മാനസാന്തരം ഒരു ഭാഗമാണ്. പാസ്റ്റർ പറഞ്ഞുതരാമേ. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ശരിക്കും മാനസാന്തരം പറഞ്ഞാൽ ഇപ്പോൾ യേശുവിനെ അറിയാത്തൊരു വ്യക്തി, ഇതുവരെ യേശുവിനെ അറിഞ്ഞില്ല, അയാൾക്കൊരു വിശ്വാസം കാണുമല്ലോ. ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ഒരു മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം, ഒരു വിശ്വാസം കാണുമല്ലേ? അപ്പൊ ദൈവവചനപ്രകാരം ആ പറഞ്ഞ വിശ്വാസങ്ങളൊന്നും ദൈവം അംഗീകരിക്കുന്നില്ല. ബൈബിൾ സംബന്ധിച്ച് നമുക്ക് സംസാരിക്കണം. അപ്പൊ അയാൾ ജീവിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. അയാൾക്ക് തന്നെ രാജാവ് പറഞ്ഞു ലോകപ്രകാരം അയാളെ അന്യ ദൈവങ്ങളെ സേവിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ യേശുവിന്റെ അടുക്കൽ അങ്ങനെയുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ഇയാളോ പഴയ പൊയ്ക്കൊണ്ടിരുന്ന റൂട്ടിൽ നിന്ന് നേരെ തിരിച്ച് റിട്ടേൺ ചെയ്യണം. മനസ്സിലായോ? ഇന്നലെ വരെ ഏത് വിശ്വാസത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നോ? എക്സാമ്പിൾ, ഇന്നലെ വരെ മദ്യപിച്ചിരുന്ന ഒരു വ്യക്തി, എക്സാമ്പിൾ, അതിന് മദ്യപിക്കാൻ പാടില്ല. നേരെ എന്ത് ചെയ്യണം? തിരിഞ്ഞു വരണം. മദ്യപിക്കാത്തൊരവസ്ഥയിലിട്ട് വരണം. സ്വഭാവം ഉണ്ടെങ്കിൽ നമുക്കത് പാടില്ല. അനുസരണക്കേട് നമ്മൾ ചെയ്യുന്നതിന് പാടില്ല. സിനിമയും ടിവിയും ആവശ്യമില്ലാത്ത ലോകമോട് കാണുന്നെങ്കിൽ നമുക്ക് ഇത് പാടില്ല. ഇവിടെ എല്ലാം എന്ത് ചെയ്യണം? മാനസാന്തരപ്പെട്ടു വരണം. ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ട് തിരിച്ച് കുഞ്ഞിനെ പോലെ വരണം. വന്ന് എവിടെ നിൽക്കണം? യേശുവിന്റെ അടുക്കൽ വന്ന് നിൽക്കണം. ഇന്നലെ വരെ ഈ ലോകം മുഴുവൻ ചുറ്റി എല്ലാം കണ്ടും തിന്നും തേച്ചും അടിച്ചും ഒക്കെ നടന്നിട്ട് മാനസാന്തരപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഇനി അങ്ങനെ പോകാൻ പറ്റത്തില്ല. ഇനി അതെല്ലാം ഉപേക്ഷിച്ചൊരു കുഞ്ഞിനെ പോലെ വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് നിൽക്കണം. ഇതാണ് മാനസാന്തരം. മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിന്റെ
1 മുതലുള്ള വാക്യം. അവൻ എരിഹോമിൽ ഒരിക്കൽ യേശു എരിഹോവിലെത്തിയപ്പോൾ കടന്നു പോകുമ്പോൾ ആ എരിഹോവിലൂടെ കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ ഒരു പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണാൻ അവൻ ശ്രമിച്ചു. ഈ സക്കായി വളർച്ചയിൽ പൊക്കം കുറഞ്ഞവനായതുകൊണ്ട് പുരുഷാര നിമിത്തം കേറി മോളിൽ ഇരുന്നിട്ട് യേശുവിനെ കാണാമല്ലോ എന്ന് പുള്ളി ആഗ്രഹിച്ചു. ഇനി ഞാൻ വായിച്ചോട്ടെ, അനുസരിച്ച് അടുത്ത വാക്യം. കയറി യേശു കാട്ടത്തിന്മേൽ കയറി യേശു ആ വഴിയായി വരികയായിരുന്നു. അവൻ ആ സ്ഥലത്ത് യേശു ആ മരത്തിന്റെ സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ട് യേശുവിനെ കൈക്കൊണ്ട് കണ്ടവരെല്ലാം അവിടെ നിന്ന് കണ്ടവരെല്ലാവരും അവൻ പാപിയായൊരു മനുഷ്യനോട് കൂടെ പാർപ്പാൻ പോയി. ആരാണ് പാപിയ മനുഷ്യൻ? സക്കായി. അവൻ പാപിയ മനുഷ്യനാണ്. പക്ഷെ എങ്കിലും അവന്റെ ഉള്ളിൽ എന്തുണ്ടായിരുന്നു? യേശുവിനെ കാണണം. ഞാൻ പൊക്കം കുറവാണ്, മരത്തിൽ കയറിയില്ല പറ്റത്തുള്ളൂ. പക്ഷെ ഇതെല്ലാം ആരറിയുന്നു? ദൂരെ യേശു അറിയാം. ഒരുവൻ എന്നെ കാണാൻ മരത്തിൽ കയറിയിട്ടുണ്ട് മനസ്സിലായിട്ട് യേശു ആ റൂട്ടിൽ തന്നെ വന്നു ഈ മരത്തിന്റെ അടുത്ത് നോക്കിട്ട് സക്കായെ വേഗം നീ ഇറങ്ങി. അവൻ ചാടി എഴുന്നേറ്റെന്ന് യേശുവിനെ കൈക്കട്ടെ. യേശു പറയുന്നു, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ വരും. അപ്പോഴേ അങ്ങനെ യേശുവിനെ കൈക്ക് പിടിച്ചോ, യേശു സക്കായെ കൈക്ക് പിടിച്ചോ. കൂടെ ഈ പാവിയായ മനുഷ്യന്റെ വീട്ടിലോട്ട് പോകുമ്പോ അടുത്ത് നിന്ന് എല്ലാവരും പറഞ്ഞു, അയ്യോ ഈ പാവിയായ മനുഷ്യനോട് യേശു പോകുന്നു. യേശു വന്നതിനാണ്? പാവിയുടെ രക്ഷിക്കാനല്ലേ? യേശു വന്നത് രക്ഷിക്കാനാണ്. പക്ഷെ ആ ബോധം അവർക്കില്ല. പക്ഷെ ഈ പാവിയായ സക്കായി യേശുവിനെ കുട്ടി വീട്ടിനകത്ത് പോയി അടുത്ത വാക്കി വായിച്ചട്ടെ. കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തു വകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. മതി. ഇനി ശ്രദ്ധിച്ചാട്ടെ, യേശുവിന് സക്കായി ഇപ്പൊ എവിടെ എത്തി? സക്കായുടെ വീട്ടിലെത്തി അല്ലെ? പാവിയ മനുഷ്യന്റെ വീട്ടിലെത്തി. അപ്പൊ കർത്താവ് ഇന്ന് നിന്റെ വീട്ടില് അനുഗ്രഹം രക്ഷ വന്നിരിക്കുന്നതാണ്. ഇത് പറഞ്ഞപ്പോ തന്നെ സക്കായുടെ ഉള്ളിൽ തീ കത്തി. ഇവന്റെ പാവം ഇവന് വെളിപ്പെട്ടു. ഇവൻ പണം ടാക്സ് പിരിക്കുന്നവനാണ്. ഈ സക്കായ എന്ന് പറഞ്ഞാൽ ടാക്സ് പിരിക്കുന്ന 10 രൂപ രാജാവ് കൽപ്പിച്ചാൽ 20 പിരിക്കുന്ന ആൾക്കാർ. അത് പാവല്ലേ? ഒന്നാമത്. പക്ഷെ യേശു വന്നപ്പോൾ, വെളിച്ചം അകത്ത് വന്നപ്പോൾ, ഇരുള് മാറിയപ്പോൾ, സുബോധ മനസ്സ് വന്നപ്പോ സക്കായി ചെയ്ത പാവം വെളിപ്പെട്ടു. എന്നിട്ട് സക്കായി പറയുന്നു, യേശുവേ, ഞാൻ അനീതിയായിട്ട് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി ഞാൻ കൊടുക്കാം. അല്ലേ? കേട്ടോ, ഞാൻ അന്യായമായി സമ്പാദിച്ചിട്ട് സമ്പത്ത് എന്റെ ഉണ്ട്, ഞാൻ അതെല്ലാം 4 ഇരട്ടി കൊടുക്കാം അമ്മേ. അപ്പൊ പാവം വെളിപ്പെട്ട് കിട്ടണമെങ്കിൽ അകത്ത് തമ്പുരാൻ യേശു വരണം. യേശു ഇറങ്ങിയാൽ പാവബോധം വരുത്തുമാമേ. അപ്പൊ സക്കായുടെ കിട്ടും. യേശു വന്നപ്പോൾ സക്കായുടെ പാവം വെളിപ്പെട്ടവൻ, അവനെ സറണ്ടർ ചെയ്തു. അതാണ് ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായല്ലോ? പഴയ പാവങ്ങൾ, പഴയ സ്വഭാവങ്ങൾ, പഴയ ആ രീതികൾ, പഴയ ആഡംബരങ്ങള്, പഴയ മോഡലുകൾ, ഇതൊന്നും നമുക്ക് കാണില്ല. നിങ്ങൾ അതെല്ലാം വിട്ടേ മതിയാവും. എങ്കിൽ മാത്രമേ യേശു അകത്തിരിക്കത്തുള്ളൂ. ഒരു ദേശത്ത് ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട് പറഞ്ഞു, 2 മക്കളുണ്ടായിരുന്നു. ഇളയവൻ അപ്പനോട് പറഞ്ഞു, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടത് പങ്ക് തരണമെന്ന് പറഞ്ഞു എന്ന് നിർബന്ധിച്ചപ്പോൾ അപ്പൻ അവർക്ക് അത് മുതൽ പകുത്തു കൊടുത്തു. സ്നേഹമായിട്ടൊരു കുടുംബം, ഒരു കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്ന് ഇളയവന്റെ ഉള്ളിൽ ചിന്ത വന്നു, എനിക്ക് ലോകപ്രകാരം ജീവിക്കണം, എനിക്ക് മറ്റുള്ളവരുടെ നാടമ്പരമായി ജീവിക്കണം,
എനിക്ക് ദൂരദേശത്തൊക്കെ പോകണം, അതുകൊണ്ട് പണം വേണം, അതുകൊണ്ട് അപ്പൻ എന്താണ് എന്റെ സ്വത്ത് വേടിയാൻ പറഞ്ഞു, എന്റെ അപകടത്തിലാണ്. എന്തായാലും അപ്പൻ നിർബന്ധിച്ചായിരിക്കാം അപ്പൻ നമുക്ക് കൊടുത്തു. ഈ മകൻ സ്വത്തുമായിട്ട് ഇറങ്ങി തിരിച്ചു, സമ്പത്തുമായിട്ട് കാശാക്കി ഇറങ്ങി തിരിച്ചു. അമ്മേ ഒരു മിനിറ്റ്. ഏറെ നാൾ കഴിയും മുമ്പേ ഇളയ മകൻ സകലവും സ്വരൂപിച്ച് ദൂരദേശത്തേക്ക് യാത്രയായി. അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ചു. എങ്ങനെ ജീവിച്ചു? എങ്ങനെ? പണം ഉണ്ടല്ലോ, അടിച്ചു, സന്തോഷമായിട്ട് കൂട്ടുകാരൊക്കെ സ്നേഹിച്ചു, അവന് ഇഷ്ടം പോലെ സൂഹിച്ചു കുടച്ചങ്ങ് ജീവിച്ചു. പക്ഷേ എല്ലാം ചെലവഴിച്ച ശേഷം ആ ദേശത്ത് ഒരു കഠിനക്ഷാമം ഉണ്ടായി. പണം എല്ലാം തീർന്നു. ഇനി വീട്ടിൽ വരാൻ പറ്റുമോ? കയറ്റുമോ? പണമെല്ലാം ദൂരത്തടിച്ച് തീർന്നപ്പോൾ ദേശത്ത് വലിയ കഠിനക്ഷാമം. ഒരു രക്ഷയില്ല. വസ്ത്രം ഒരു ജോലി ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ജീവിക്കും, ആഹാരമില്ലെങ്കിൽ വിശപ്പിന് ആഹാരം കഴിയാൻ പറ്റത്തില്ല. അങ്ങനെ ഇവന് വിശന്നിട്ട് എന്തിയെന്നറിയോ? അവൻ ആ ദേശത്തിലെ പൗരന്മാരിൽ ഒരുത്തരെ ചേർന്ന് ആശ്രയിച്ചു. അവനെ തന്റെ വയലിൽ പന്നികളെ മേയ്ക്കുവാൻ അയച്ചു. നല്ല കാര്യം. സുഖിച്ച് സന്തോഷമായിട്ട് രണ്ടു മക്കളെ അപ്പനും അമ്മയും പെട്ട് ആരാധിച്ചും പ്രാർത്ഥിച്ചും സന്തോഷമായിട്ട് പൊയ്ക്കുന്ന ഒരു കുടുംബമായിരുന്നു. പെട്ടെന്ന് ഒരുവന്റെ ഉള്ളിൽ പിശാചി കയറി, എനിക്ക് സ്വത്ത് വേണം. ശരി, അപ്പോഴെന്തിനെ ഒരു പ്രശ്നം വേണ്ട എന്ന് പറഞ്ഞ് വാങ്ങിച്ചവൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് മുതൽ ഈ അപ്പൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അവനറിവില്ലാതെ കൊടുക്കണമെന്ന് നഷ്ടപ്പെട്ടു പോയത് അതൊരു ഭാഗം. ഈ മകൻ കൊണ്ട് കംപ്ലീറ്റ് ചെലവഴിച്ച് അവസാനം ആഹാരത്തിൽ ബുദ്ധിമുട്ടുന്ന ദേശത്തിൽ കണ്ടേശം അവസാനം വിശപ്പ് സഖ്യമായ പന്നിയെ മേയ്ക്കുന്ന ഫാമിലി ചെന്ന് പന്നികൾക്ക് കൊടുക്കുന്ന ആഹാരം എനിക്കിട്ടാണെങ്കിൽ ജീവിക്കാം. ഇതൊരു ഗതികേടല്ലേ? നന്നായി ജീവിച്ചതല്ലേ? ഇതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവഗീതം വിട്ടു പോകുമ്പോൾ സംഭവിക്കുന്ന കാര്യം. എന്നിട്ടവിടെ എഴുതിയിരിക്കുന്നതാണ്, പന്നി തിന്നുന്ന വാളവന കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു. നോക്കണമേ, പലപ്പോഴും ഒരു നേരത്തെ ആ ദേശത്ത് ക്ഷാമമാണ്, കഠിന ക്ഷാമം എഴുതിയിരിക്കുന്നു, നല്ല ആഹാരമില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നറിയുമോ? ആ ദേശത്ത് പന്നി തിന്നുന്ന വാളവന കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ എന്ന് പറഞ്ഞാൽ പന്നി കൊടുക്കുന്ന ആഹാരം കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ഈ മകൻ ആഗ്രഹിച്ചു. അടുത്തിരിക്കുന്നു, അപ്പോൾ ആഗ്രഹിച്ചെങ്കിലും ആരും അവന് കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുന്നത്, ആരും അവന് കൊടുത്തില്ല. അവൻ ആഗ്രഹിക്കുന്നത് പോലെ ആ ആഹാരത്തിന് ആഗ്രഹിച്ചെങ്കിൽ ആരും അവന് തൃപ്തിയായി കൊടുത്തില്ല. അങ്ങനെ അവസാനം ആ ഒരു ബുദ്ധിമുട്ടിലേക്ക് മകൻ വന്നപ്പോ അപ്പോൾ ഇവൻ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ എന്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിക്കുന്നു. അപ്പഴാണ് ഓർത്തത്. ആരോർത്തത്? എന്റെ വീട് ഓർത്ത്. എന്റെ വീട്ടില് ആടുകളുണ്ട്, മാടുകളുണ്ട്, എത്ര കൂലിക്കാരുണ്ട്, ജോലിക്കാരുണ്ട്, എല്ലാരും സന്തോഷമായി ജീവിക്കുമ്പോ ഞാൻ ഇവിടെ പന്നി ഫാമിൽ കിടന്ന് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി തെണ്ടിത്തെരിയുന്ന അനുഭവം വന്ന് ഇവന്റെ സുബോധത്തിലൊരു ചിന്ത വന്നു. പക്ഷെ ആ ചിന്ത വന്നപ്പോ എന്തെന്നറിയോ? അവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നു അവനോട്, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണമേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അവിടെ കിടന്ന് തീരുമാനമെടുത്ത് എന്തായാലും ഞാൻ മടങ്ങിപ്പോവും. എവിടെ പോവും? വീട്ടിൽ പോവും. മാപ്പ് ചോദിക്കും. ആദ്യം ചെയ്യും, സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ മാപ്പ് ചോദിക്കും. രണ്ടാമത് എന്റെ പെറ്റ അപ്പനോട് ഞാൻ മാപ്പ് ചോദിക്കും. ഞാൻ തെറ്റ് ചെയ്ത് സമ്മതിക്കും, ക്ഷമിക്കണം. ഞാൻ നിന്റെ കൂലിക്കാർ ഒരുവനെ പോലെ ഇവിടെ നിന്നുകൊള്ളാം. നീ എന്റെ മകനായിട്ട് ഞാൻ അംഗീകരിക്കണം. ഞാൻ അത്രയേ എന്റെ അപ്പനെ വേദനിപ്പിച്ചതാണ്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നത് ഏറ്റവും അവിടെ അടുത്തെഴുതിയിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ പോയി ദൂരത്ത് നിന്ന് അവന്റെ അപ്പൻ അവനെ കണ്ട് ദൂരത്ത് വന്ന ഇതെന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് അവന്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. അവൻ എന്നോട് എഴുതിയിരിക്കുന്നു, മകൻ അവൻ, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു.
ഇനി നിന്റെ മകൻ വിളിക്കപ്പെടുവാൻ യോഗ്യനില്ല എന്ന് പറഞ്ഞു. അപ്പൻ തന്റെ ദാസനോട് വേഗം മേലത്തരമായി അങ്കി കൊണ്ടുവന്ന് ഇവൻ ധരിപ്പിക്കുകയും ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പ് പിടിക്കുമെന്ന് പറഞ്ഞ്, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, അവൻ വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകെട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ആനന്ദിച്ചു. അങ്ങനെ മടങ്ങി വന്നപ്പോൾ അപ്പൻ ദൂരത്തിനെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് അവൻ ആനന്ദിക്കുവാൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഇതെന്തറിയോ? ഒരു മാനസാന്തരമല്ലേ? ഇളയ മകൻ അല്ലേ? അവൻ ഏത് രാജ്യത്ത് പന്നിപ്പാമ്പിൽ കിടന്നാണ്ട് പാവം ചിന്തിച്ചു, ഇനി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ അവൻ ഇങ്ങോട്ട് വന്ന് നേരെ വീട്ടിലോട്ട് തിരിച്ചു വന്ന് അവൻ അപ്പന്റെ അടുക്കലേക്ക് വന്നു, സ്വർഗീയ പിതാവിന്റെ അടുക്കലേക്ക് വന്നു. അവൻ ആ പഴയ സ്വഭാവം എല്ലാം കളഞ്ഞു, ഒരു കുഞ്ഞിനെ പോലെ അല്ലെ, ഒരു കുഞ്ഞാടിനെ പോലെ അവൻ സമ്മതിച്ച പാവിയോട് സമ്മതിച്ചുകൊണ്ട് മടങ്ങി വന്നു. ഇതാണ് മാനസാന്തരം. മനസ്സിലായല്ലോ? ഇതാണ് മാനസാന്തരം എന്ന് പറഞ്ഞത്. കഴിഞ്ഞ കാല ജീവിതങ്ങൾ പരിശുദ്ധാത്മന് ഹിതമില്ലാത്ത ഏതെല്ലാം വഴി നമ്മൾ സഞ്ചരിച്ചോ അങ്ങനെ തിരിച്ചു വരണം. നമുക്കിനി ആ വഴി വെച്ചോണ്ട് യേശുവിനെ സ്വീകരിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. അത് മുഴുവൻ ഉപേക്ഷിക്കണം, തിരിച്ചു വരണം. ഇതാണ് മാനസാന്തരം. ഞാൻ രണ്ടു കാര്യം മനസ്സിലായില്ല. അപ്പൊ ഒന്ന്, സ്നാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചന. രണ്ട്, സ്നാനപ്പെടുന്നതിന് ഒരു നാമം ദൈവം തന്നിട്ടുണ്ട്. ഏത് നാമം? പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം. മൂന്ന്, സ്നാനപ്പെടുന്ന വ്യക്തി എന്ത് കേട്ടിട്ടാണ് സ്നാനപ്പെടുന്നത്? എന്ത് കേട്ടിട്ട് സ്നാനപ്പെടുന്നത്? സുവിശേഷം കേട്ട്. സുവിശേഷം എന്ന് പറയുന്നത് എന്താണ്? ദാവീദിന്റെ പുത്രനായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് സുവിശേഷം. അത് നമ്മൾ മാർക്കുസ് വെച്ച ആ സുവിശേഷം ആരെങ്കിലും കേട്ട് വിശ്വസിക്കുന്നുവെങ്കിൽ അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുത്തുകയും. ഇനി സ്നാനപ്പെടുന്നതിന് മുമ്പേ ഇവർക്ക് ഉണ്ടായിരിക്കുന്ന മറ്റൊരു അവസ്ഥയാണ് മാനസാന്തരം. പഴയ അവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഒരിക്കലും യേശുവിനെ സ്വീകരിക്കാൻ കഴിയത്തില്ല. യേശുവിലേക്ക് വന്നാൽ നമ്മുടെ സ്വഭാവത്തിന് മുഴുവനും മാറ്റം സംഭവിച്ചിരിക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ എടാ പോടി എന്ന് വിളിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ വിശ്വാസം എന്ത് വിളിക്കണം? സഹോദര, സഹോദരി, അപ്പച്ചൻ, അമ്മച്ചി, ജേട്ടൻ. ആ ലോകപ്പുറമുള്ള വിളി നമുക്ക് പാടില്ല. അതാണ് മാനസാന്തരത്തിന്റെ പ്രത്യേകത. ഇപ്പൊ നിങ്ങൾ ഇത് ഇത്രയും മനസ്സിലായി. ഇനി അടുത്ത ഒരു വാക്യം നമുക്ക് വായിക്കാം. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. അങ്ങനെ മാർക്കുസ് നമ്മള് 8:34 വെച്ചാൽ അപ്പോസ്തല പ്രവൃത്തി 8:34 എടുത്തില്ല. യോഹന്നാൻ കഴിഞ്ഞ അടുത്ത ബുക്കാണ്. ഷണ്ടൻ ഫിലിപ്പോസിനോട് അതായത് എത്യോപ്യ എന്ന് പറഞ്ഞ രാജ്യത്തിൽ അവിടുത്തെ ഒരു ഷണ്ടൻ, ആ കൊട്ടാരത്തിലെ ഒരു ഷണ്ടൻ. ഒരു മിനിറ്റ്. യെരുശലേമിലെ ഉത്സവത്തിന് പോയി മടങ്ങി വരുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ അന്നത്തെ പുസ്തകം വാങ്ങി ഈ ഷണ്ടൻ എന്ന് പറഞ്ഞ മനുഷ്യൻ തേരിലിരുന്ന് വായിച്ചുകൊണ്ട് വരികയാണ്. ഉത്സവം കഴിഞ്ഞ് വരുമ്പോ ഒരു മരുഭൂമിയുടെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ ഇയാൾ ഈ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആര് കണ്ട്? സ്വർഗത്തിലെ ദൈവം കണ്ടു. എന്നിട്ട് അപ്പോ ദൈവം കണ്ടിട്ട് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യന് ദൈവം യെരുശലേമിൽ ആത്മാവിനെടുത്ത് എവിടെ കൊണ്ടുവന്നു? ഈ മനുഷ്യന് ഈ മരുഭൂമിയിൽ ഈ തേരിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് ഇവനെ ഇവിടെ കൊണ്ടങ്ങ് നിർത്തി. അങ്ങനെ ഈ ഷണ്ടൻ ഈ അവിടുത്തെ കൊട്ടാരത്തിലെ ആ എത്യോപ്യ രാജ്യതായ കൊട്ടാരത്തിലെ ഷണ്ടൻ ഈ പുസ്തകം വായിച്ച് കുതിരപ്പുറത്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഒരു മരുഭൂമിയുടെ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ സ്വർഗം ആ ഷണ്ടൻ വായിക്കുന്ന പുസ്തകം കണ്ടിട്ട് ഷണ്ടനെ കണ്ടിട്ട് ഫിലിപ്പോസിനെ യെരുശലേമെന്ന് ആത്മാവിൽ കൊണ്ട് ഇവന്റെ അടുത്ത് നിർത്തി. അങ്ങനെ ഈ ഷണ്ടൻ വണ്ടിയിൽ പോകുന്നു, ഫിലിപ്പോസ് അവന് കൂടെ ചേർന്ന് നടന്നു പോകുന്നു. എന്നിട്ട് ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിച്ചു, നീ എന്താ വായിക്കുന്നത്? അത് ഞാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നു, നിനക്ക് ആ തരണം എന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസേ, ഈ തിരുവെഴുത്ത് ആധാരമാക്കി
ആക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അവർ എങ്ങനെ വഴിപോ കേൾക്കുന്നു. എങ്ങനെ ഇരിക്കുന്നു കാര്യം എന്ത് വിരോധം എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ അങ്ങനെ ഞാൻ യേശുവിനെ സ്വീകരിക്കുന്നു, ഞാൻ ഇതിൽ വിശ്വസിക്കുന്നു, യേശുവിനെ വിശ്വസിക്കുന്നു. രണ്ട് മനസ്സായിരുന്നു. ഇപ്പൊ ഒറ്റ മനസ്സ്. അപ്പൊ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ തീരുമാനമെടുത്തു. അറിയാതെ പോയതിൽ എനിക്ക് വലിയ ദുഃഖമുണ്ടായി. പക്ഷെ ഇപ്പൊ ഞാൻ അറിയണമെന്ന് വിചാരിച്ചപ്പോ ഞാൻ ചെയ്ത സകല പാവങ്ങളും എനിക്ക് കാണിച്ചു. നീ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസിക്കുന്നു. ഷണ്ടൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകനെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞ് അതിന് ഫിലിപ്പോസ് നീ പൂർണ്ണ ഹൃദയ പാവങ്ങൾക്ക് വേണ്ടി ലോകത്ത് വന്നെന്നും മരിച്ചു അടക്കപ്പെട്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റെന്നും അവൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവരെ സ്നാനപ്പെടുത്തി അടുത്തവാക്കിയിരിക്കുന്നു. അങ്ങനെ അവർ തേര് നിർത്തി, വണ്ടി നിർത്തിയിട്ട് നിർത്താൻ കൽപ്പിച്ചിട്ട് ഫിലിപ്പോസ് ഷണ്ടൻ ഇരുവരും വെള്ളത്തിലിറങ്ങി. എവിടെ ഇറങ്ങി? വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഈ സ്നാനം എന്ന് പറയുന്നതിന് അതാണ് നിമജ്ഞനം ചെയ്യുക, മുങ്ങിപ്പൊങ്ങുക. മനസ്സിലല്ലേ? സ്നാനം എന്ന് പറയുന്നത് മുഴുവൻ ശരീരം മുഴുവൻ മുങ്ങിപ്പൊങ്ങുക, നിമഞ്ജനം ആയാലോ. അതേപോലെ തേരുന്ന് ഷണ്ടൻ ഇറങ്ങി, കൊടുക്കുവാൻ ഫിലിപ്പോസ് ഇറങ്ങി, വെള്ളത്തിൽ ചെന്ന് അവിടെ ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പെടുത്തണമെങ്കിൽ ചില നാമം ഉച്ചരിക്കണം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ, അല്ലെ? പിന്നെ സ്നാനം എന്ന് പറയുന്നത് എന്തെങ്കിലും കേൾക്കണം. വല്ലതും കേട്ടല്ല സ്നാനം പറയണത്, വിശ്വസിച്ചുകൊണ്ട് സ്നാനം പറയണം. എന്ത് വിശ്വാസമാണ്? യേശു ക്രിസ്തു സുവിശേഷം വിശ്വസിക്കണം. ആ സുവിശേഷത്തെ മനസ്സിലാക്കി തന്നു. ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ്. മനസ്സിലായോ? ഓക്കെ, അനുഗ്രഹിക്കട്ടെ. ഞാൻ നമുക്ക് ഒരു വാക്ക് പെട്ടെന്ന് വായിക്കാം. ദൈവത്തിന്റെ സ്തോത്രമേ. 1 പത്രോസ് 3:21. 1 പത്രോസ് 3:21. 1 പത്രോസ് 3:21 വായിക്കാം. 1 പത്രോസ് 3:21. അത് സ്ഥാനത്തിന് ഒരു മുൻകുറി സ്ഥാനമേ ഇപ്പോൾ ജലത്തിന്റെ അഴുക്ക് കളയുന്നത്. സ്നാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതല്ല. ദൈവത്തിനോട് നല്ല സ്നാനം എന്ന് പറയുന്നത് ദൈവത്തോട് നല്ലൊരു മനസ്സാക്ഷിയായിരിക്കണം. ഒരു മനസ്സാക്ഷിയുള്ള ഹൃദയ ആ സമയത്ത് ഉണ്ടായിരിക്കണം. ഇതൊക്കെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫീലിംഗ് ആണ്. പാവം വിട്ടൊഴിയുമ്പോ ഓട്ടോമാറ്റിക് ഈ ഫീലിംഗ് ഉണ്ടാവും. ഒരു നല്ല മനസ്സാക്ഷി കിട്ടും. പാവം വിട്ടുമാറുന്ന ഏത് മനുഷ്യനും എന്തുണ്ടാവും? നല്ല മനസ്സാക്ഷി. ഈ സ്നാനം എന്ന് പറയുന്നത് മറ്റൊരിടത്തിൽ പറയുമ്പോ ദൈവത്തോടുള്ള മനസ്സാക്ഷിയും കൂടെയാണ്. ഇനി അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന് 4-5 വായിച്ചാട്ടെ. അപ്പോസ്തലപ്രവൃത്തി എന്ന് പറഞ്ഞു ഇത് കേട്ടാറെ അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്ഥാനമേറ്റു. അവർ യേശുവിന്റെ നാമത്തിൽ സ്ഥാനമേറ്റു. പൗലോസ് മതി. അതായത് യഥാർത്ഥമുള്ള കേൾക്കേണ്ട കാര്യം കേട്ടിട്ട് വേണം സ്നാനപ്പെടേണ്ടത്. കേൾക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ സുവിശേഷം കേൾക്കണം. എന്താണ് സുവിശേഷം? ദാവീദിന്റെ പുത്രനായി ജനിച്ചു മരിച്ചു അടക്കപ്പെട്ട് എഴുന്നേറ്റ ക്രിസ്തു, അതാണ് നമ്മുടെ സുവിശേഷം. ഈ സുവിശേഷം ഹൃദയത്തിൽ കേട്ടോണ്ട ഹൃദയത്തിൽ വിശ്വാസം വേണം. അങ്ങനെ എനിക്ക് യേശുവിനെ വേണം. അങ്ങനെ വിശ്വസിക്കുന്ന ഇന്ന് മത്തായി 28-20 വാക്യം വായിച്ചാട്ടെ. മത്തായി 28-20 എടുത്തൊരു വേഗം നന്നായിട്ട് വായിച്ചാട്ടെ. മത്തായി 28-20. മത്തായി സുവിശേഷം 28-20. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ ആര് ശിഷ്യരായിത്തീരുന്നു? ദൈവത്തിന് യേശുവിന്. മുമ്പേ ആകത്തില്ല. കൽപ്പന പ്രമാണിച്ചെങ്കിലും മാത്രമേ അടുത്ത ദൈവം നമുക്ക് ഒന്നാമത്തെ ഒരു അനുഗ്രഹ ബ്ലസ്സിംഗ് ആണ്, പദവിയാണ്. യേശുവിന്റെ ശിഷ്യന്മാർ 12 ശിഷ്യന്മാരെ
അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ. അപ്പൊ നമ്മള് സ്നാനപ്പെട്ട് കഴിഞ്ഞു അല്ലെ? സ്നാനപ്പെട്ട് കഴിഞ്ഞിരിക്കട്ടെ. സ്നാനപ്പെടുന്നതിന് മുൻപേ, സ്നാനപ്പെട്ട ശേഷം ചിന്തിക്കേണ്ട കാര്യം, പദവി, ഒരു അംഗീകാരം അല്ലെ, ഒരു അധികാരം നമുക്ക് വേണ്ടേ? ഒരു ബെനിഫിറ്റ് വേണ്ടേ? ബെനിഫിറ്റ് വേണ്ടേ? ആ വായിച്ചാൽ എന്തായിരിക്കുന്നത്? യേശുവിനോട് ചേർന്നു. യേശുവിനോട് ചേരുവാൻ അപ്പൊ സ്നാനപ്പെട്ടത് എന്തിനറിയാവോ? യേശുവിനോട് ചേരുവാൻ. സന്തോഷിക്കാം. ഇന്നലെ വരെ മറ്റു ആയിരങ്ങൾക്ക് ലഭിക്കാത്ത ഭാഗ്യവതി ദൈവം നമ്മിൽ നിന്നിരിക്കുന്നു. അപ്പൊ സ്നാനം എന്ന് പറയുന്നത് അതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ ബെനിഫിറ്റ്, നമ്മൾ ഈ കടമ്പയിലൂടെ, ഈ കൽപ്പനയിലൂടെ കയറി വന്ന് അത് പ്രമാണിച്ചു വരുമ്പോ, ഇത് പ്രമാണിച്ച് കഴിഞ്ഞതിന് ശേഷം അടുത്ത അംഗീകാരം തരുന്നു, നീ എന്റെ ശിഷ്യനാണ്. 2, നീ സ്നാനപ്പെട്ടത് ഇന്നു മുതൽ നീ എന്നോട് ചേർന്നു, യേശുവിനോട് ചേർന്ന്. അല്ലെ? 1000 എന്ത് കൊടുത്താലും കിട്ടാത്ത വലിയ ഭാഗ്യമതിമാണ് ദൈവങ്ങളെ. ദൈവം ഞങ്ങൾക്ക് തന്നത് ഇനി നിങ്ങൾക്ക് തരാൻ പോകാനാണ് ഉണ്ടായിരിക്കണം. ഈ 3 സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന സ്നാനമാകത്തുള്ളൂ. വെള്ളം വേണം. വെള്ളം പറഞ്ഞാൽ തളിപ്പ് വെള്ളമല്ല, മുഴുവൻ സ്നാനത്തിൽ അല്ലെ വെള്ളം ഉണ്ടായിരിക്കണം. കൊടുക്കുറാണ് ഉണ്ടായിരിക്കണം. നാളിനെ ഈ കൊടുക്കാവുന്ന നാള് ഇങ്ങനെ ശിരസ് ഇടത് കൈ പുറകിൽ വെച്ചിട്ട് വലത് കൈ എന്റെ മൂക്കോട് പിടിച്ചു വെച്ച് പെട്ടെന്ന് ഒരു വാക്യം പറഞ്ഞു കൊടുക്കണം. ആമേ എന്താ പറയുന്നറിയോ? ആമേ 2025 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിൽ സ്വർഗത്തിലെ സകല പദവികളെയും വെടിഞ്ഞ്, അവിടുത്തെ അംഗീകാരങ്ങളൊക്കെ വെടിഞ്ഞുകൊണ്ട് ഈ താണ ലോകത്തിലേക്ക് കർത്താവ് യേശു വന്നുവെന്നും, ആ യേശു 33 വയസ്സുള്ള ജീവിച്ചുവെന്നും, അവസാനത്തിലെ നിമിഷങ്ങളിലങ്ങ് സകല മനുഷ്യരുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ വെള്ളത്തിൽ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ മാത്രമേ വെള്ളത്തിൽ മുക്കി എടുക്കത്തുള്ളൂ. ഇങ്ങനെ ഒരു ക്രിയാപ്രവൃത്തി നമുക്കുണ്ട്. 2 പ്രവൃത്തിയുടെ ദൈവത്തിന്റെ, ഒന്ന് കർത്തൃമേശ എടുക്കുന്ന പ്രവൃത്തി, 2 സ്നാന പ്രവൃത്തി. അല്ലാതെ മറ്റൊരു പ്രവൃത്തി നമുക്കില്ല. പിന്നെ പൊക്കിയെടുക്കുമ്പോ പുതിയ യസ്തേറായി അപ്പൊ യേശുവിനെ മരിച്ച് അടക്കം ചെയ്തു. യേശുവിന് എന്താ? തേജസ്സോ പാപമുള്ള ശരീരം, പാപം ഏറ്റെടുത്ത ശരീരം അല്ലെ, പാവവും ശാവും എല്ലാം ഏറ്റെടുത്ത ശരീരത്തിന്റെ അടക്കം ചെയ്തു അല്ലെ, അടക്കം ചെയ്തു. തിരിച്ച് യേശു ഉയർത്തല്ലേ, തേജസ് ശരീരത്തെ ഉയർത്തിയതിന്റെ പോലെ നമ്മളെങ്ങനെ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പൊ നമ്മളും എന്ത് ചെയ്യുന്നു? സ്നാനപ്പെട്ട വ്യക്തി എന്തുന്നു? യേശുക്രിസ്തുവിന്റെ മരണത്തിൽ നമ്മൾ മരിക്കുന്നു, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിൽ നമ്മൾ എഴുന്നേൽക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ ഞാൻ നിങ്ങൾ എന്തായിരുന്നു? പങ്കാളികളായിത്തീരുന്നു. എത്ര വലിയ ഭാഗ്യം നമ്മളെ മറന്നു പിടികിട്ടിയ. ഇതിനപ്പുറം നമുക്ക് എന്ത് വേണം? ലോകത്തൊന്നും കിട്ടിയില്ല എങ്കിലും എന്റെ യേശു കർത്താവിന്റെ മരണത്തിൽ ഞാൻ പങ്കാളിയായി. സ്നാനത്തിലൂടെ ഉയർപ്പെടുന്ന പങ്കാളിയായി. എന്നാൽ സ്നാനത്തിലൂടെ, അപ്പൊ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്, 1 ദൈവത്തിന്റെ ശിഷ്യനായി തീരുന്നു, 2 ദൈവത്തോട് നീ പറ്റിച്ചേരുന്നു, 3 എന്ത് ചെയ്യുന്നു? യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് സാക്ഷിയായി തീരുന്നു. 3ാമത്തെ അനുഗ്രഹം ഈ താഴെ പങ്കാളിയായത് എപ്പോഴറിയുമ്പോ സ്നാനത്തിലൂടെ. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ നമ്മളും ഉയർത്തെഴുന്നേറ്റു. ആമേ. ഇപ്പൊ മനസ്സിലാക്കുന്നത് നമുക്ക് കൊളോസ്യർ വെച്ചിട്ട് കൊളോസ്യർ 2:12 കൊളോസ്യർ 2:12 എന്തായിരിക്കുന്നത്? ഉയർത്തെഴുന്നേൽപ്പിച്ചത് ആ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയാൽ, ശക്തിയുള്ള വിശ്വാസത്താൽ അവനോട് കൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. മതിയല്ലോ. അപ്പോ പുറത്ത് മുക്കി എടുക്കുമ്പോൾ ഒരു ഉയർപ്പിന്റെ അനുഭവത്തിലാണ് നമ്മൾ കടന്നു വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് അംഗീകരിക്കുന്നത്. ആരറിയും? ആരംഗീകരിക്കും? അംഗീകരിക്കുന്നവർ ദൈവം ശ്രദ്ധിക്കുന്നു. അതാണ് ഇതെല്ലാം അറിഞ്ഞിട്ടേ സ്നാനപ്പെടാം. എങ്ങനെ സ്നാനപ്പെടും? കാര്യം ഗൗരവമായി പഠിക്കണം. മനസ്സാക്ഷിയുടെ ഭരണം എന്നിട്ട് സ്നാനപ്പെടുന്നെങ്കിൽ ആ വ്യക്തികളെ നിലനിൽക്കും. ദൈവരെ ഹെൽപ്പ് ചെയ്യുന്നവരെ നമുക്ക് വേഗത്തിൽ അടുക്കുന്ന കാര്യങ്ങൾ വായിക്കാം. മത്തായി 3-ാം അധ്യായത്തിന്റെ 13 വാക്യങ്ങൾ. മത്തായി 3-ാം അധ്യായത്തിന്റെ 13 മുതലുള്ള വാക്യം, 17 വാക്യം വായിച്ചാൽ. അനന്തരം യേശു യോഹന്നാൻ സ്ഥാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്നും യോർദാൻ അക്കരെ അവന്റെ അടുക്കൽ വന്നു. അപ്പോ യേശുവിന്റെ അടുക്കൽ യേശു 30-ാമത്തെ വയസ്സിൽ യേശു സ്നാനപ്പെട്ട എത്ര വയസ്സിലാണ്? 30-ാമത്തെ വയസ്സിൽ. 30-ാമത്തെ വായിച്ചോട്ടെ.
യോഹന്നാൻ അവനെ വിലക്കി. ഉടനെ ഈ സ്രാവ് യോഹന്നാൻ പറഞ്ഞു, യേശു സ്നാനം എടുക്കുന്നപ്പോ യോഹന്നാൻ പറഞ്ഞു, അയ്യോ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തത്തില്ല. കാര്യം ധൈര്യത്തിന് സ്രാവിനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ നിന്നെ സ്നാനപ്പെടുത്തില്ല, നിന്നാൽ ഞാൻ സ്നാനമെടുക്കാനാണ്. അങ്ങനെ സ്നാനം സംഭവിച്ചു. വായിച്ചോണ്ട് അർത്ഥമാക്കി. സ്നാനം കേൾക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, യേശു തിരിച്ച് സ്വാമിയോട് പറഞ്ഞ, ഇപ്പോൾ സമ്മതിക്ക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നു, നമുക്ക് ഉചിതമെന്ന് പറഞ്ഞു. എന്നുത്തരം അടുത്ത വാക്യം. എന്നാണ് അവനെ സമ്മതിച്ചു. യേശു സ്നാനം ഏറ്റു. സ്നാനം ഏറ്റ ഉടനെ. അതുകൊണ്ട് മനസ്സിലാക്കണം, അശ്വതിയാകട്ടെ എസ്തറാകട്ടെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്? ഒന്ന്, യേശുവിന്റെ ശിഷ്യന്മാരായി തീരുന്നു. രണ്ട്, നമ്മൾ യേശുവിനോട് പറ്റിച്ചേരുന്നു. മൂന്നെന്താണ്? യേശുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ നമ്മൾ പങ്കാളികളായിത്തീരുന്നു, അല്ലെ? ഇനി നാലാമത്തെ വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്, യേശു സ്നാനമേറ്റ ഉടനെ സംഭവിച്ചു, സ്വർഗം തുറക്കും. നാലാമത്തെ നിങ്ങളുടെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ നിങ്ങളുടെ പ്രാർത്ഥന സ്വർഗത്തിൽ എത്താതെ പോയെങ്കിൽ, ഇന്നലെ വരെ സ്വർഗത്തിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മീയമായ ഒരു ബ്ലെസ്സിംഗ് പ്രാപിക്കാതിരുന്നെങ്കിൽ, നിങ്ങൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞത് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി തുറക്കും. ആയിരങ്ങൾക്ക് ഈ ലോകത്തിൽ സ്വർഗം അടഞ്ഞിരിക്കുമ്പോൾ അവന്റെ കൽപ്പന വില കൊടുത്ത് ചെയ്യുന്ന വ്യക്തിക്ക് വേണ്ടി ആ സ്വർഗം ഓപ്പൺ ആക്കും. ആമേ. ഒന്ന്, നാലാമത്തെ അനുഗ്രഹം സ്വർഗം തുറക്കുന്നത്. അടുത്ത് വായിച്ചമാണ്. ഇപ്പോൾ സമ്മതിക്കാൻ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്ന നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അവനെ സമ്മതിച്ചു. സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. ഒന്ന്, സ്വർഗം തുറന്നു. രണ്ട്, ദൈവാത്മാവ് പ്രാവെന്ന പോലെ. രണ്ടാമത്തെ അനുഗ്രഹം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നു. കണമേ, ആയിരങ്ങൾ പോലും ലഭിക്കാത്ത സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുന്നു. രണ്ടാമത് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിന്റെ ദാനമായി തരുന്നു. നാലാമത് സ്വർഗത്തെ ശബ്ദം കേൾക്കുന്നേ, ഇന്നലെ വരെ പ്രിയ മക്കളിലല്ലായിരുന്നു നിങ്ങൾ ലോക മക്കളായിരുന്നു. സ്നാനപ്പെട്ട് കഴിഞ്ഞ കർത്താവ് പറഞ്ഞത്, എന്റെ പ്രിയ മക്കളാണ്. എന്തൊരു അംഗീകാരം! പിശാചിന്റെ തലയെടുത്ത തരിപ്പണമാക്കി ജയിച്ച കർത്താവ് തന്റെ രക്തത്തിന് വിലയാക്കി നിങ്ങളെ ചേർക്കണമെന്ന്. നിങ്ങളുടെ യോഗ്യതയാണോ? എന്ത് യോഗ്യത ഉണ്ട്? കർത്താവിന്റെ യോഗ്യത, ആ രക്തത്തിന്റെ യോഗ്യത. നാലാമത്തെ അനുഗ്രഹം സ്വർഗം തുറക്കുന്നു. പിന്നെ അഞ്ചാമത്തെ അനുഗ്രഹം പരിശുദ്ധാത്മ പറയുന്നു. ആറാമത്തെ അനുഗ്രഹം നിങ്ങൾ ദൈവത്തിന്റെ പ്രിയ മക്കൾ. അടുത്ത വാക്യം. അടുത്ത അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, ഇന്നലെ വരെ നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രസാദം ഇല്ലാതിരുന്നപ്പോ ഈ സ്നാനപ്പെട്ട് കഴിയുമ്പോ നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പ്രസാദം ഇറങ്ങി വരുന്നു. ഇത്രയും ബ്ലെസ്സിംഗ് ആണ് ഇതിനകത്ത് മറഞ്ഞു കിടക്കുന്നത്. ഇത് ആരോട് പറയാൻ വേണ്ടി? ഈ ഇത്രയും അനുഗ്രഹം ഇതിനകത്തൊക്കെ ഈ സ്നാനത്തിനകത്ത് മറഞ്ഞു കിടക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ ദൈവഭയഭക്തിയോടെ ആരെങ്കിലും സ്നാനം എടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും ബ്ലെസ്സിംഗ് ആ വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. അതിന് മറ്റവസരം നാം കൊടുക്കേണ്ട വിലയെല്ലാം കർത്താവ് കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ വരും ദിവസങ്ങൾ സ്നാനപ്പെടാൻ വന്നാണ്. പ്രിയ കുഞ്ഞുങ്ങളോട് എനിക്കൊന്ന് പറയാനുള്ള നിങ്ങൾ ഇതുവരെയും അറിയാതിരുന്ന ഒരു കാര്യമായിരുന്നു കർത്താവിനെ കുറിച്ചുള്ളത്. എന്നാൽ ഭാഗ്യവശാൽ ഏതോ മുഖാന്തരത്തോട് സുവിശേഷം നിങ്ങളുടെ അടുക്കലെത്തുവാനും നിങ്ങൾ ആ സുവിശേഷം കേട്ട് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട നിങ്ങൾ വീണ്ടും സ്ഥാനത്തിന് വേണ്ടി ഒരുങ്ങുന്നു. അതേ മാനസാന്തരത്തിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന പഴയ മനുഷ്യരുടെ എല്ലാ അവസ്ഥകളും നിങ്ങൾ എടുത്തു മാറ്റുന്നു. ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾ പുറത്തു നിങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ സ്ഥാനത്തിനുണ്ട് ഒരുങ്ങുന്ന നിങ്ങൾക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന രക്ഷ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ഒരു ചെവിയിൽ പോലും ഗ്രഹിച്ചിട്ടില്ല. ഇത്രമാത്രം ഭാഗ്യ പദവി ബ്ലെസ്സിംഗ് ആണ് എന്റെ പിതാവ് പുത്രനോടി നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്. 2 കൊരിന്ത്യർ 5:16-17. 2 കൊരിന്ത്യർ 5:16-17.
ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം ഞങ്ങൾ അറിയുന്നില്ല. അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായ എപ്പോഴാകുന്നത്? സ്നാനത്തിലൂടെ നിങ്ങൾ ക്രിസ്തുവിൽ പറ്റിച്ചേർന്ന് ക്രിസ്തുവിൽ ആയി. അങ്ങനെ ആയാൽ അവൻ പുതിയ മനുഷ്യനാണ്. പഴയതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ യേശു ക്രിസ്തു പഠിപ്പിച്ച മാതൃകയും ആ താഴ്മയും സൗമ്യതയും മാത്രമേ നമുക്ക് ദൈവത്തിന്റെ ആയുസ് ക്രിസ്തുവിനെ കുറിച്ചിരിക്കാനും കഴിയത്തുള്ളൂ. അപ്പോൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ ആയിത്തീരുന്നു, പുതിയ സൃഷ്ടിയായിത്തീരുന്നു. ബാക്കി തീർന്നില്ലല്ലോ മോളെ. പഴയത് കഴിഞ്ഞു പോയി ഒരിക്കലും ഓർക്കരുത്. ആ സ്വഭാവമേ പാടില്ല. മതി പതിനേഴ് ബാക്കിയാണോ? 18 വേണ്ട. അപ്പോ ഒരുവൻ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പഴയ മനുഷ്യന് മാറി ഒരുവൻ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായിരിക്കുന്നു. കൊളോസ്യർ 3:9-10. കൊളോസ്യർ 3:9-10. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടി ഇനി ബോസ്ക് പറയരുത്, അന്യോന്യ ബോസ്ക് പറയരുത്. പഴയ മനുഷ്യന്റെ അതിന്റെ പ്രവൃത്തിയോട് ഉരിഞ്ഞു കളഞ്ഞ തന്നെ നമ്മെ സൃഷ്ടിച്ചവന്റെ ദൈവത്തിന്റെ പ്രതിപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. എന്റെ മനവുകളെ, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇനി ദൈവത്തിന്റെ പരിജ്ഞാനത്തിൽ നിങ്ങൾ സന്തോഷമായി നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പൊ സ്നാനം മനസ്സിലായല്ലോ? കുറച്ച് മനസ്സിലായില്ലേ? ഇതാണ് സ്നാനത്തിലുള്ള ക്ലാസ്. ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് അംഗീകരിച്ച് നമ്മെ സമർപ്പിച്ചു കൊടുത്തിട്ട് വേണം സ്നാനം എടുക്കാൻ, കേട്ടോ? അപ്പോ നിങ്ങളെ കർത്താവ് സ്നേഹിക്കട്ടെ. നിങ്ങൾ കൃപയാൽ ദൈവത്തിന്റെ കാലസമ്പൂർണമായപ്പോൾ സമയമായപ്പോൾ മുഖാന്തരത്തിലൂടെ സുവിശേഷ അടുക്കലേക്ക് എത്തി. നിങ്ങൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. ഇതാ സ്നാനത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങും. ഇനി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആരാധന മുടക്കരുത്. ആഹാരം മുടങ്ങിയാലും മുടങ്ങരുത്. കാര്യം സ്നാനക്കുളത്തിൽ വെച്ച് നിങ്ങൾ ഉടമ്പടി ചെയ്യണം ദൈവത്തോട്. മരണപര്യന്തം നീ വിശ്വസ്തയുള്ളവരായിരിക്കണം. സ്നാനക്കുളത്തിൽ വെച്ച് എഗ്രിമെന്റ് ആണ്. കർത്താവ് വിശ്വസ്തരായിരിക്കണം. ഏതില്? ആത്മീയ കാര്യങ്ങളിൽ. ഒന്നാമത്തെ കാര്യം ആരാധന മുടങ്ങരുത്. രണ്ടാമത്തെ കാര്യം മാസത്തിലോ കർത്തൃമേശ ഉണ്ടെങ്കിൽ ആ കർത്തൃമേശ നിങ്ങൾ മുടങ്ങരുത്. ഏതൊരു കാരണം ചൊല്ലിയും മാറിയിരിക്കരുത്. പാവങ്ങൾ ഏറ്റുപറയുന്ന കർത്തൃമേശ എടുക്കണം. എന്നെ തിന്നുന്നവൻ എന്നൂടെ ജീവിക്കും. എന്റെ മേശയിൽ പങ്കില്ലെങ്കിൽ എന്നോടൊപ്പം നിങ്ങൾക്കും പങ്കില്ല. കർത്തൃമേശ അവോയ്ഡ് ചെയ്യരുത്. അത് എടുക്കുന്ന കഴിയുമെങ്കിൽ തലേതൊക്കെ ഞങ്ങളൊക്കെ ആണെങ്കിൽ 3 ദിവസം ഒരുക്കും. ഇവിടെ ചർച്ചില് വേഴം, വെള്ളി, ശനിയാണ് പ്രാർത്ഥന വെച്ചിട്ടാണ് ഞായറാഴ്ച എടുക്കുന്നത്. 3 ദിവസം ഫുൾ പ്രാർത്ഥനയായിരിക്കും. 4-ാം ദിവസമാണ് ഞായറാഴ്ച. ഞായറാഴ്ചയാണ് കർത്തൃമേശ സൂചിപ്പിക്കുന്നത്. അത്ര നമ്മൾ ഒരുങ്ങും. നമ്മുടെ പഞ്ചായത്തിൽ നമ്മളെ കഴുകും. ജഡത്തിനെ നമ്മൾ മെരുക്കും. മനസ്സുകളെ മെരുക്കും. കാര്യം പവിത്രമായ ഭാവനമായ കർത്താവിന്റെ തിരുശരീരത്തിൽ രക്തം ഭക്ഷിക്കാൻ പോകുന്നത്. അത് എഴുതിയിരിക്കുന്ന അയോഗ്യമായ ഈ ഭക്ഷണം എങ്ങനെയെങ്കിലും ഒരു പള്ളിക്കാരും പാട്ടന്മാരും ക്ഷേത്രത്തിലെ പ്രസാദം കഴിക്കുന്നവരെ വന്ന് എങ്ങനെയെങ്കിലും വന്ന് തിന്നാൻ നോക്കിയാൽ മരണം വരെ സംഭവിക്കുന്ന വചനം എഴുതിയിരിക്കുന്നു. രോഗികളായിട്ട് വചനം എഴുതിയിരിക്കുന്നത്. അപ്പോ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ആരാധന മുടക്കരുത്. രണ്ടാമത് മാസത്തിൽ പോകുന്ന ചർച്ചിലെ കർത്തൃമേശ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിഞ്ഞിരിക്കരുത്. ഉപവസിച്ച് പ്രാർത്ഥി കർത്തൃമേശ എടുക്കണം. പിന്നെ വീട്ടിനകത്ത് സ്വയം പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ബൈബിൾ വായന ഒരു കാരണവശാലും മുടക്കരുത്. രാവിലെ വൈകിട്ട് ബൈബിൾ വായന ഉണ്ടായിരിക്കണം. വിശുദ്ധ ജീവിതം നയിക്കണം. പിന്നെ നിങ്ങളുടെ പ്രത്യാശ യേശുക്രിസ്തു ജീവിച്ചിരുന്നിട്ട് യേശുക്രിസ്തു പോകാൻ സമയത്ത് എന്താ പറഞ്ഞത്? ഞാൻ പോകുന്നു, ഇനി പോകുന്ന പോലെ ഞാൻ വീണ്ടും മടങ്ങി വരും. അപ്പൊ യേശു മടങ്ങി വരുമോ? എന്തിനാ മടങ്ങി വരുന്നത്? നേരത്തെ എന്തിനാ വന്നത്? നേരത്തെ എന്തിനാ യേശു വന്നത്? പാവി രക്ഷിക്കാൻ. ഇനി എന്തിനാ വരുന്നത്? നേരത്തെ വന്ന് കൊടുത്ത ഉപദേശം അനുസരിക്കുന്നത് ചേർക്കാനാണ്. ഇനി വന്ന പാവി രക്ഷിക്കാനല്ല. ഇനി ഒരു കൃഷി ചെയ്യണമെന്നാണ് ഇല്ല.
ഇനിയൊരു യാഗമില്ല, ഇനി രക്തച്ചൊരിച്ചിലില്ല. നേരത്തെ ചൊരിഞ്ഞ രക്തത്തിന്റെ വാക്ക് കേട്ട് ആരെങ്കിലും ജീവിക്കുന്ന വിശുദ്ധന്മാരുണ്ടെങ്കിൽ അവരെ ചേർക്കണം രണ്ടാമത് വരുന്നത്. ആ വഴക്കം ഏറ്റവും ആസനമായിരിക്കും. മധ്യാകാശത്ത് യേശു വരും കാഹള ശബ്ദത്തോടുകൂടി. ആ സമയത്ത് ക്രിസ്തുവിൽ നേരത്തെ മരിച്ചവർ അവർ എവിടെ അടക്കം ചെയ്തോ അവിടെ നിന്ന് അവരെല്ലാവരും ആ തേജസ്സിന് ശേഷം അവരെടുക്കപ്പെടും. രണ്ടാമത് ഇപ്പോഴാണ് കർത്താവ് വരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് മറ്റൊരു ശരീരമായി, സുബോധമുണ്ട്, സംസാരിക്കാൻ കഴിയും, ചിന്തിക്കാൻ കഴിയും, ടേസ്റ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ള ഒരു ശരീരം, അങ്ങനെയുള്ള ശരീരമാണ് ഒരു തേജ് ശരീരമാണ്. നമ്മൾ എസ്കേപ്പ് ചെയ്യും. ഇനി നമ്മുടെ പ്രത്യാശ എന്താണ്? സെക്കൻഡ് കമ്മിങ് നമ്മൾ എടുക്കപ്പെടണം. യേശു രണ്ടാമത്തെ വരെ എടുക്കാം. ഈ പ്രത്യാശയോടി നമുക്ക് ദൈവം തരുന്ന ക്രിസ്തീയ ജീവിത ആയുസ് ഇങ്ങനെ ക്രിസ്തുവിൽ പൂർത്തീകരിക്കണം. അന്യമായ വസ്ത്രങ്ങൾ നമ്മൾ മാറ്റിയതൊന്നിനും എടുത്തിടരുത്. ഉപേക്ഷിച്ചത് ഇന്ന് പലരും ആദ്യം തീരുമാനം എടുത്തിട്ട് പിന്നീട് അത് എടുത്തിട്ട് അനുഭവമുണ്ട്. അവിടെ മേലൊക്കെ വലിയ ന്യായവിധികളാണ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ തീരുമാനം നമ്മുടെ ഇറങ്ങി തിരിച്ച് ക്രിസ്തുവിൽ മരിക്കുന്നവരെ നമ്മൾ തീരുമാനത്തിലായിരിക്കണം. ഞാൻ പറയുന്നു, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മക്കളെ മാറരുത്. എത്ര ഛേദം വന്നാലും ഇതിനെ വിട്ടുതിരിയരുത്. ഒരു വിലപ്പെട്ട ആത്മാവാണ്. ആര് സ്നേഹിക്കാത്ത സ്ഥാനത്ത് യേശുവിനെ നിങ്ങളെ സ്നേഹിച്ചു. എത്ര ആത്മാക്കൾ നരകത്തിൽ പോകുന്നു. അവിടെ വിട്ടുകൊടുക്കാതെ എന്നെ നിങ്ങളെ സ്നേഹിച്ചതിന് നിങ്ങൾ എന്ത് പ്രതിഫലം കൊടുക്കും? അവന്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചാൽ മതി. നിങ്ങളുടെ ആ കൊടുത്ത രക്തത്തിന്റെ വിലയായി നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അതാണ് ക്രിസ്തു നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വചനങ്ങൾ അധികം നിങ്ങളുടെ ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഈ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകരത്തിൽ ഏൽപ്പിക്കുന്ന കർത്താവ്. ദൈവമേ, ഈ ദേശത്ത് ആർക്കും വേണ്ടായിരുന്നു കർത്താവേ. എല്ലാവരും കുറ്റപ്പെടുത്തി ഇവരുടെ ജീവിതം തകർന്നു പോയി എന്ന് പറയുന്നു. എന്ത് സംഭവിച്ചു? പലയിടങ്ങളിലും കർത്താവെ അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരത്തിനായി പല നേർച്ച സ്ഥലങ്ങൾ കടന്നുപോയി. ആയിരങ്ങൾ കൊടുത്തു, കടം വാങ്ങി കൊടുത്തു. എന്നിട്ടും പ്രശ്നത്തിന് പരിഹാരമില്ല, സമാധാനമില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയമായിരുന്ന ഈ കുടുംബത്തിന് ദൈവത്തിന്റെ സമയമായപ്പോൾ സുവിശേഷമായി പ്രിയ മകളെ ആ ഭാഗത്തിലോട്ട് അയച്ചു. അവരടുക്കിലേക്ക് അയച്ചു. തന്നെ മകൾ കൊടുത്ത ആ ജ്ഞാനത്തിനൊത്തവണ്ണം യേശുവിനെ പറഞ്ഞു കൊടുത്തു. എന്തോ കർത്താവിന്റെ കൃപയാൽ ഹൃദയത്തിൽ അവരെ ഏറ്റെടുത്തു. എന്നാൽ ഇത്ര പെട്ടെന്ന് അവർ രക്ഷിക്കപ്പെട്ടു. അവർ യേശുവിനെ രുചിച്ചറിയുന്ന അമ്മ അവർ രക്ഷിക്കപ്പെട്ടു. ഇപ്പതാ സ്ഥാനത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഈ അമ്മയെ മോളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതേ കർത്താവെ, ഇനി ഇവരെ വേട്ടയാടുന്ന ഒരു ഇരുട്ടിന്റെ ശക്തികളും ഒരു കുടിയിരിപ്പ് ശക്തികളും പാരമ്പര്യം പറഞ്ഞു ദേശത്തുനിന്ന് പോലും ഒരു ദുഷ്ടശക്തികളും ഈ കുഞ്ഞുങ്ങളെ തെറ്റിവെക്കരുത്. ഇവരുടേതായ തീരുമാനത്തെ തെറ്റിവെക്കരുത്. ഇവർ പ്രാപിച്ച കൃപയെ തെറ്റിവെക്കരുത് കർത്താവെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആ അവസ്ഥകളെ, ആ ഇരുട്ടിന്റെ ശക്തികളെ തെറ്റിവെക്കാൻ തുടങ്ങും. യഥാർത്ഥനെ ശാസിച്ച് അമർച്ച ചെയ്യുന്നു. ഇന്നു മുതൽ പരിശുദ്ധാത്മന്റെ വലിയ നിറവിലും സാന്നിധ്യത്തിലും ഈ കുടുംബമായിരിക്കട്ടെ. അതേ കർത്താവെ, പല ദിവസങ്ങളുടെ കർത്താവെ, ആയിരങ്ങൾ കോടിക്കണക്കിന് പേര് ഈ കൽപ്പന പ്രമാണിക്കാതെ നിസ്സാരമാക്കി, ദൈവത്തിന്റെ ആലോചന നിസ്സാരമാക്കി കളയുമ്പോ, ഓ ജീസസ്, ഈ കുഞ്ഞുങ്ങളത് ഏറ്റെടുത്തപ്പാ വികാരിസം കാവൽ നിൽക്കട്ടെ. ഏറ്റെടുത്ത കുഞ്ഞുങ്ങളെ അവരുടെ രക്തത്തിന്റെ വിലയാക്കി തീർക്കുവാൻ ഇതാ അന്നും തീരുമാനിച്ച പോലെ ഇവരും ഒരുങ്ങുന്ന കർത്താവേ. ആബേലിന്റെ രക്തത്തിൽ ഗുണങ്ങൾ സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്തിന്റെ കരുത്തിലേക്ക് ഈ മക്കളെ ഏൽപ്പിച്ചിരുന്ന കർത്താവേ, സൂക്ഷിക്കണമേ, കരുതണമേ. ഭവനത്തിലായിരിക്കുമ്പോഴും പോക്കിലും വരവിലും ഒക്കെ ദൈവകൃപ കൊണ്ടിരിക്കണമേ. അഭിഷേകത്തിന്റെ സാന്നിധ്യം അവിടെ കൊടുത്തതിനായി നന്ദി. ആ വരുന്ന ദിവസങ്ങളുടെ ശുശ്രൂഷ ഏൽപ്പിക്കുന്ന ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ഇവരെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നടക്കാവുന്ന സ്ഥാനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ മേഖല അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ മാർഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനത്തെ അനുഗ്രഹിക്കുന്നു. വാസസ്ഥലത്തെ അനുഗ്രഹിക്കുന്നു. യാത്രാ മേഖല അനുഗ്രഹിക്കുന്നു. വിദ്യാഭ്യാസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. ക്രിസ്തുയേശു മുഖാന്തരം ചെയ്യുന്ന സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന് 7 പ്രാവശ്യം വലിയ പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ, ആമേൻ, ആമേൻ. വിശ്രമം സിസ്റ്റർ.
നൈസ് രണ്ടോ പാസ്റ്റർ, ശരി ശരി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കോൾ ചെയ്യാം. ലൈവിലായിരിക്കുന്നവരെ ഈ മെസ്സേജിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, പറഞ്ഞു തരുന്നതായിരിക്കും. പ്രാർത്ഥന വെച്ചിട്ട് അറിയിക്കുക. ദൈവത്തിന്